ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഗ്രിൽഡ് സോസേജ് വിത്ത് സോസാണ്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ ആണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോസേജ് ഗ്രില്ല് ചെയ്ത് അതിൻ്റെ മുകളിൽ ടൈപ്പ് ഓഫ് മാരിനേഡ് സോസാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. നമുക്ക് ആദ്യം സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാനിലോട്ട് ഒരു കപ്പ് ബട്ടർ ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് മെൽറ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒനിയനും സെലറിയൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഫുള്ള് മെൽറ്റായി കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് 2 കപ്പ് ഒനിയനും 1 കപ്പ് സെലറിയും 2 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ പച്ചപ്പെല്ലാം മാറി നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് സെലറിയും ഒനിയനെല്ലാം വരണം. അതുവരെ നമ്മളത് സോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അത് നമ്മൾ മീഡിയം ഫയറിൽ വേണം ചെയ്യാൻ. നമ്മളത് ബട്ടറി ചെയ്തുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാനായി കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ മീഡിയം ഫയറിൽ വേണം അത് ചെയ്യാൻ. സോട്ടാക്കി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് 2 ലിറ്റർ ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ അകത്തേക്ക് നമുക്ക് 1/4 കപ്പ് ഷുഗർ, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ റോസ്മേരി, ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് കുക്ക് ചെയ്യണം. അറൗണ്ട് നമുക്ക് 15-20 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ സമയത്താണ് നമ്മൾ സോസേജ് ഗ്രില്ല് ചെയ്യണത്. ഇപ്പോൾ ഈ ഒരു പരിപാടിക്ക് നമുക്ക് കവർ ചെയ്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ ഓപ്പണായിട്ട് വെച്ച് തന്നെ ഗ്രില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ 3 കിലോ സോസേജ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തവ ചൂടാക്കാൻ വേണ്ടിയത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കത് ഫുള്ള് എല്ലായിടത്തേക്കും ആകുന്ന സ്പ്രെഡ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് സോസേജ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഗ്രില്ല് ചെയ്യണം. ഇത് അത്യാവശ്യം ഒരു തീരെ ഒരു മീഡിയം ഫയർ വെച്ചാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ. ഇതുപോലെ എല്ലാ സൈഡിലും നമുക്ക് നന്നായിട്ട് ഗ്രില്ലായി കിട്ടണം. 4 സൈഡും അല്ലെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് ഇത് ഗ്രില്ലായി വരണം. ഒരു ഈ കളറാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു പരിപാടി കഴിയുമ്പോൾ നമുക്ക് പാനിലോട്ട് മാറ്റാവുന്നതാണ്. നമുക്ക് പാനിലോട്ട് മാറ്റുന്നതിന് വേണ്ടി ആ പാലും കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് അതിൻ്റെ അകത്തേക്ക് വേണം സോസേജ് എടുത്ത് വയ്ക്കാൻ. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് 35 to 40 പേർക്ക് കിട്ടുന്ന രീതിയിലാണ്. ഇതുപോലെ നമുക്കിത് ഫുള്ള് പാനിലോട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പാൻ ഗ്രില്ല് ചെയ്ത് ഫുൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ സോസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ 15-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പരുവത്തിലാണ് നമുക്ക് സോസ് കിട്ടേണ്ടത്. ഇനി നമുക്ക് സെർവ് ചെയ്യാൻ നേരത്ത് നമുക്ക് സോസേജ് പ്ലേറ്റിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലോട്ട് ആ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. സോസ് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ പാഴ്സൽ ഫ്ലെക്സും കൂടെ വെച്ച് ഗാർണിഷായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രിൽഡ് സോസേജ് വിത്ത് സോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.